ഒരുപാട് പേര് നമുക്ക് ഇപ്പോഴും എൻക്വയറി ചെയ്ത് ചോദിക്കുന്നുണ്ട് ഈ സ്കിൻ ടോൺ ഒരു പ്രശ്നമാണോ എന്നുള്ളത്. ഡാർക്ക് സ്കിൻ ടോൺ ആണ്, സോ അവർക്ക് ക്യാബിൻ ക്രൂ ആവാൻ പറ്റുമോ, ഏവിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ പിയേഴ്സിങ്, ടാറ്റു, സ്റ്റിച്ച് മാർക്ക് ഇതൊക്കെ ഉള്ളവർക്ക് ക്യാബിൻ ക്രൂ ആവാൻ പറ്റുമോ എന്നുള്ളത്. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ. ഡൊമസ്റ്റിക് എയർലൈൻസിലും ഇന്റർനാഷണൽ എയർലൈൻസിലും ക്യാബിൻ ക്രൂ ആയി തന്നെയാണ് ഞാൻ സെലക്ട് ആയിട്ടുണ്ടായിരുന്നത്. എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതും ക്യാബിൻ ക്രൂ ആയിട്ട് തന്നെയായിരുന്നല്ലോ. അപ്പൊ അതിന് ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് സ്കിൻ ടോൺ ഒരു പ്രശ്നമേ അല്ല. സ്കിൻ ടോണിനെക്കാളും ഒക്കെ ഉപരി എല്ലാ എയർലൈൻസും നോക്കുന്നത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആൻഡ് സ്കിൽസ് ഒക്കെയാണ്. ആ ഒരു പെർഫോമൻസ് ഏറ്റവും നല്ലതാണെങ്കിൽ സ്കിൻ ടോൺ ഒന്നും ഒരു ഇഷ്യൂവേ അല്ല. ഞാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിമോട്ടിവേഷൻസ് ഈ ഒരു കാരണം കൊണ്ട് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുറെ കുട്ടികൾ ഇപ്പൊ എന്റെ അടുത്ത് വരുന്നവരാണെങ്കിലും സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മാം ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിൽ പറ്റുമോ എന്നുള്ളത്. എല്ലാ സ്കിൻ ടോൺ, ഫെയർ സ്കിൻ, മീഡിയം സ്കിൻ, ഡീപ്പർ സ്കിൻ ടോൺ ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഒരു ഈ കൺസിഡറേഷൻ തന്നെയാണ് എയർലൈൻസ് കൊടുക്കുന്നത് കേട്ടോ. പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും ഏറ്റവും അട്രാക്റ്റീവ് സ്കിൻ ടോൺ എന്ന് പറയുന്നത് ഡീപ്പർ സ്കിൻ ടോൺ ആണ്. അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിമോട്ടിവേഷൻ ഫേസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് തന്നെ ക്യാബിൻ ക്രൂ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു ഡൗട്ട് ചോദിച്ചത് എന്താ, പിയേഴ്സിങ് അതേപോലെ സ്റ്റിച്ച് മാർക്ക്, സ്കാർസ് ഒക്കെ പറ്റുമോ എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നത് കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ഓരോ കാര്യങ്ങളാണ്. കാരണം ഓരോ സ്റ്റിച്ച് മാർക്കും സ്കാർസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വലി കണ്ടാലാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓരോരുത്തരുടെയും കൈൻഡ് ഓഫ് ആ ഒരു ഡെപ്തും, സ്കാർസിന്റെ ഡെപ്തും അതേപോലെ സ്കാർസ് ഒക്കെ ആണെങ്കിൽ എത്രത്തോളം ഉണ്ടെന്നൊക്കെ അത് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അതും വിസിബിൾ ഏരിയാസ് ആണെങ്കിൽ മാത്രം. ഈ വിസിബിൾ ഏരിയാസ് എന്ന് പറയുമ്പോൾ ഹാൻഡ്സ്, ഫേസ്, നെക്ക് അതൊക്കെയാണ് വരിക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ എൻക്വയറി ചെയ്താൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഉള്ളത് പിയേഴ്സിംഗ് ആണ്, ടാറ്റൂസും. അത് ഓരോ എയർലൈനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ അങ്ങനെയുള്ളവർക്കും പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. കാരണം അതിന്റെ ഒക്കെ എത്രത്തോളം സൈസ് വരുന്നുണ്ട്, എന്ത് ട്രീറ്റ്മെന്റ് എടുത്താലാണ് അത് മാറാൻ പറ്റുക, അത് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു എൻക്വയറി ചെയ്തോ ധൈര്യമായിട്ട് അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ബൈ. അപ്പൊ സ്കിൻ കളർ ഒരു പ്രശ്നമല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ഒരു ഡൗട്ട് നമ്മുടെ സ്റ്റുഡൻസിന് ഇല്ലാത്തത് കൊണ്ടാണ് ആർസിഗ്നേച്ചർ ഏവിയേഷൻ അക്കാഡമിയിൽ നിന്നും ഒരുപാട് കുട്ടികൾ ഫേസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ 1 ഇയർ കോഴ്സിന്റെ അഡ്മിഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ കോഴ്സ് ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ മറ്റെന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യോ വാട്സ്ആപ്പ് ചെയ്യോ ചെയ്താൽ മതി.